പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ 86ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണസീകൻ നമ്മുടെ ദൈവ സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് ബ്രദർ തോമസ് അലക്സ് ആണ്. പ്രിയ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബ്രദർ ഹരിപ്പാടിൽ നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. ഹരിപ്പാടിലുള്ള ഡിസപ്പിൾസ് ഓഫ് ഗോഡ് അസംബ്ലി ദൈവസഭയുടെ അംഗമാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ബ്രദറിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് ഗോഡ് ഈസ് ലവ് 86ാം ഇന്റർനാഷണൽ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച ഡെന്നി ബ്രദർ, സിജി സിസ്റ്റർ, എല്ലാവരും നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വതന്ത്രം എന്നെ ക്ഷണിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി റിയാദിലുള്ള സുല്ലച്ചായൻ, സിബി സിസ്റ്റർ, അവർ മുഖേനയാണ് സിസ്റ്ററെ പരിചയപ്പെടുവാനും ഇങ്ങനെ ഈ കൂട്ടായ്മയിലേക്ക് വരുവാനും ഒക്കെ ഇടയായത്. അവരെയും ഓർത്തും കർത്താവ് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിനെ ഓർത്തും ഇപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ആയിരുന്നാട്ടെ. ഒരാൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ കർത്താവ് നമ്മളോട് ഇടപെടുവാനായിട്ട് ഇടയാകുന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പല ശുശ്രൂഷയിലും എനിക്ക് എടുത്തു വെച്ച വചനങ്ങളായിരിക്കില്ല പറയേണ്ടി വരുന്നത്. അവിടെ നമുക്ക് അവരുടെ വിഷയങ്ങൾ അറിയത്തില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിന് അവരുടെ ആവശ്യങ്ങളും വിഷയങ്ങളും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. സിസ്റ്റർ, ടൈം എത്ര? 45 മിനിറ്റ് അല്ലേ പറഞ്ഞേ? ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേഗത്തിൽ ഒരു വേദഭാഗം വായിക്കാം. 1 പത്രോസ് 2:21 വേദഭാഗങ്ങളാണ്. ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചാൽ നല്ലതായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അത് വായിക്കാം. 1 പത്രോസ് 2:21 വേദഭാഗങ്ങൾ. ക്രിസ്തു നിങ്ങൾക്ക് അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചപ്പാട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഓക്കെ, ഒരു നിമിഷത്തോടെ നമുക്ക് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവെ, അങ്ങ് തന്ന ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷകൾ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ തന്നിരിക്കുന്ന വചനം ഹല്ലേലൂയ, അതെല്ലാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ സ്തോത്രം അതൊരു അനുഗ്രഹമായി മാറേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്കെതിരായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അത് മാറിപ്പോവാൻ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ കർത്താവെ ആഴങ്ങള് മർമ്മങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും കർത്താവെ ഈ വചനം കേട്ട് കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ഒരു നിറവോടെ കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച വേദഭാഗങ്ങൾ എല്ലാം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഇരുന്നാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് എഴുതിയ സ്തോത്രം 1ാമത്തെ ഒരു ലേഖനമാണ്. ഹല്ലേലൂയ. 12 പേരുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം പത്രോസ് ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രത്യേകത ഉള്ളവനായി ഹല്ലേലൂയ സ്തോത്രം കർത്താവ് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. 12 ശിഷ്യന്മാർ ഹല്ലേലൂയ യേശു കർത്താവിന്റെ കൂടെ സ്തോത്രം പല ശുശ്രൂഷകൾ യേശുവിന്റെ കൂടെ അവർ നടന്ന് അത്ഭുതങ്ങൾ കണ്ടു, വീര്യപ്രവൃത്തികൾ കണ്ടു.
എന്നാൽ നമ്മൾ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അതിനകത്തുനിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഇവരെ മൂന്നുപേരെയും യേശു കർത്താവ് ചില വീര്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരെ മാത്രമേ യേശുവിന്റെ കൂട്ടത്തിൽ സ്തോത്രം കൂട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പത്രോസിനെ കുറിച്ച് നമ്മൾ സ്തോത്രം മനസ്സിലാക്കുമ്പോൾ ചില എടുത്തുചാട്ടങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെയൊക്കെ പത്രോസിന്റെ ജീവിതത്തിൽ സ്തോത്രം ഉണ്ടായിരുന്നുവെങ്കിലും പത്രോസിനെയാണ് യേശു കർത്താവ്, ഹല്ലേലൂയ, ഒരു ദൗത്യം ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ആർക്കും കിട്ടാത്ത ഒരു വെളിപ്പാട് പത്രോസ് യേശു കർത്താവിനോട് പറയുന്നുണ്ട്. യേശു ചോദിക്കുന്നുണ്ട്, ഈ ജനം എന്നെ കുറിച്ച് എന്തു പറയുന്നു? ചിലർ യിരെമ്യാവെന്നും ചിലർ പ്രവാചകനെന്നും, ഹല്ലേലൂയ, സ്തോത്രം, മറ്റു ചിലർ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, പത്രോസ് ആ വെളിപ്പാടിൽ അത് മനസ്സിലാക്കി പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ശബാറഗസിയ. ഇന്ന് എത്ര പേർ ക്രിസ്തുവിനെ നമുക്കറിയാം, പക്ഷേ നമ്മൾ വെളിപ്പാടിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ആ ക്രിസ്തുവിനെ അറിയുവാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ പോലും അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ആ വെളിപ്പാടിൽ കൂടെ നമ്മൾ കയറിയാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞാൽ, സ്തോത്രം, നമുക്ക് പല കാര്യങ്ങളും ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു പത്രോസിനെ പോലെ നമുക്കും മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. എത്ര പേർ ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നു? ഒരുപക്ഷെ എന്നെക്കാട്ടിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള അഭിഷിക്തന്മാർ ഇതിനകത്തുണ്ട്, എന്നെക്കാട്ടിൽ കൂടുതൽ വിശ്വാസ ജീവിതം നയിക്കുന്നവർ ഇതിനകത്തുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, ക്രിസ്തു ഇതൊന്നും അറിയുന്നില്ലയോ, ക്രിസ്തു ഇതൊന്നും കാണുന്നില്ലയോ എന്നുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടില്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന സ്തോത്രം, നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ജയം, ജയം, ഹല്ലേലൂയ. എന്നാൽ പത്രോസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഹല്ലേലൂയ, പത്രോസും, ഹല്ലേലൂയ, സ്തോത്രം, യേശു കർത്താവിനെയൊക്കെ അറിഞ്ഞു, കൂടൊക്കെ സഞ്ചരിച്ചു. എന്നാൽ പഴയ പണി വിട്ടിട്ട് വന്ന ആ പഴയ ജോലിയിലേക്ക് പത്രോസ് തിരിച്ചു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ജയം, ഹല്ലേലൂയ. എന്നാൽ പത്രോസ് വിചാരിച്ചു, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്ത എന്റെ കൈബലം കൊണ്ടും എന്റെ സ്വാധീനം കൊണ്ടും, അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, എന്റെ കൂട്ടുകാരുമൊക്കെ ഒരുമിച്ച് പഴയതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് ഈ മീൻപിടുത്തത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ വള്ളത്തെ നിറയ്ക്കാമെന്ന് പത്രോസ് ചിന്തിച്ചു. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ക്രിസ്തുവിനെ വിട്ടു പോയ പത്രോസ് അറിഞ്ഞില്ല ഈ ക്രിസ്തു പത്രോസിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ, 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 സ്തോത്രം. മലയാള ഭാഷയിൽ പറഞ്ഞാൽ, സ്തോത്രം, ഒരു ചെറിയ മീനെ പോലും പത്രോസ് പാസ്റ്റർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എന്റെ വള്ളം നിറച്ചിട്ട്, ഹല്ലേലൂയ, തിരിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ഈ വള്ളം നിറച്ച് മീനുമായിട്ടൊക്കെ ഞാൻ തിരിച്ചു വരും. ഹല്ലേലൂയ. പല പ്ലാനുകളൊക്കെ, പദ്ധതികളും ഒക്കെ ചെയ്ത പത്രോസ് പോയത്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരൊറ്റ മീൻ പോലും പത്രോസിന്റെ വലയ്ക്കകത്ത് കയറുവാൻ ഇടയായില്ല. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ആ യേശു കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, പത്രോസ് എങ്ങനെ ആഗ്രഹിച്ച് തന്റെ കൈബലം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും പിടിക്കാൻ പറ്റത്തില്ല എന്ന് പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസിന് തന്നെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് യേശു കർത്താവ് പറയുകയാണ്, സ്തോത്രം, പത്രോസേ, നീ ഇന്ന സ്ഥലത്തേക്ക് വല വീശുക. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇതെങ്കിലും, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അത്രയും സമയം, അല്പസമയം മുമ്പും പത്രോസ് ഇവിടെ എല്ലാം വല വീശി നടന്നിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, ലഭിക്കാത്ത ഒരു കൂട്ടം മീൻ, ഹല്ലേലൂയ, പത്രോസിന്റെ ഈ വലയ്ക്കകത്ത്, പ്രിയമുള്ളവരെ, കയറുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരുടെയൊക്കെയോ കർത്താവ് പറയുക,
യേശുവില്ലാതെ, യേശുവിനെ കൂടാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യുവാൻ കഴിയത്തില്ല. എത്ര പേരെന്ന് ഈ രാത്രികാലം കേൾക്കുന്നവർ വിശ്വസിക്കുന്നു? ഞാൻ ഉൾപ്പെടെ ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും പലതും നേടുവാൻ ശ്രമിച്ചിട്ടും ഒരുപക്ഷെ നമുക്കതിനകത്തൊരു സക്സസ് ആയിട്ടുള്ള ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, യേശുവിനെ നമുക്ക് പൂർണ്ണമായും പ്രിയമുള്ളവരെ ആ വിഷയത്തിനകത്ത് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നു. ഇന്ന് രാത്രി ആരുടേക്കോ കർത്താവ് പറയുക, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, യേശുവിനെ സ്തോത്രം മുൻ പ്രാധാന്യം കൊടുത്ത് യേശുവിനെ കൂടെ കൂട്ടി ഈ ദിവസങ്ങളിൽ ചില വിഷയത്തിലേക്ക് ഒന്ന് ഇടപെടുവാനിടയായാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ സ്തോത്രം കണക്ക് കൂട്ടുന്നതിനും അപ്പുറമായി നമ്മൾ വിശ്വസിക്കുന്ന യേശു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരത്ഭുതം നിശ്ചയമായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ രാത്രികാലം എത്ര പേർക്ക് അതിനെ ഒന്ന് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് വരെ പത്രോസിന്റെ വലയ്ക്കകത്ത് കയറാത്ത പെരുത്ത മീൻകൂട്ടമാണ് അന്നത്തെ ദിവസം ആ വലയ്ക്കകത്ത് കയറിയത്. ഇങ്ങനെ പറയേണ്ടി വരും, പത്രോസ് അന്ന് വരെ അടുത്തുള്ള വള്ളക്കാരെ വിളിച്ചില്ല, കൂട്ടുകാരെ വിളിച്ചില്ല. എന്നാൽ അവിടെ ചുറ്റുമുള്ളവരെ പലരെയും വിളിച്ചിട്ട് ഈ വല വലിച്ചു കയറ്റുവാനായിട്ടിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന ആരുടേക്കോ കർത്താവിന്റെ രാത്രി പറയുക, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സഹോദര, സഹോദരി, അഭിഷിക്തനെ, കഴിഞ്ഞ നാളുകളിൽ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന വിഷയത്തിന്റെ മേൽ ഹല്ലേലൂയ, ഒരിക്കലും അങ്ങനെ ഒരു നിറവ് അതിനകത്ത് ഉണ്ടാകത്തില്ല എന്ന് കിടക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രിയിൽ യേശു കർത്താവിനെ വിശ്വസിച്ചിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ആ വിഷയത്തെ നോക്കി ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ ഒരു അത്ഭുതം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത സ്തോത്രം വലിയ ഒരു അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരുടെയൊക്കെയോ ജീവിതത്തിൽ പരിശുദ്ധ ആത്മാവ് ഇന്ന് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് റെഡിയായി നിൽക്കുക. ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് രണ്ട് വേദഭാഗങ്ങളുടെ ഒന്ന് വായിച്ച് സ്തോത്രം സഹായിച്ചാൽ നല്ലതായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തിന്റെ തന്നെ 2 ഹല്ലേലൂയ, സ്തോത്രം 9 വാക്യോടെ ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 2 ഹല്ലേലൂയ 9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ജനമല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ നമുക്ക് സ്തോത്രം അറിയുവാൻ ഭാഗ്യം ഇല്ലാതെ കിടന്ന നമ്മളെ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ക്രിസ്തുവിനെ അറിഞ്ഞ് സ്വന്തം ജനമായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയം, സ്വന്തം പുത്രനായി, സ്വന്തം പുത്രിയായി, ഹല്ലേലൂയ, ഇന്ന് നമ്മളെ ആ സ്തോത്രം ഈ ദൈവം വിളിച്ച് നമ്മളെ വേർതിരിച്ചിരിക്കുക. പക്ഷേ ഈ അധികാരവും നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ് എന്ന് ഉള്ള ആ ഒരു സത്യമൊന്നും എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് അതൊന്ന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ അതൊന്ന് മനസ്സിലാക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാനോ പ്രവർത്തിക്കുവാനോ സ്തോത്രം ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കഴിയാറില്ല. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയം. അതിന്റെ തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ജയം. 6 വാക്യം, ഹല്ലേലൂയ, സ്തോത്രം. 2 വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഹല്ലേലൂയ.
യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോയില്ല എന്ന് വചനം പറയും. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം കുറയുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കാതെ ഇന്ന് ഈ രാത്രികാലം എത്ര പേർക്ക് അങ്ങനെയൊന്ന്, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെയൊന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുവാൻ കഴിയും? കർത്താവേ, എന്റെ ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയം, അതിനെ ഞാൻ ഫേസ് ചെയ്യുമ്പോൾ എന്റെ വിശ്വാസം ചോർന്നു പോകുന്നുവെങ്കിൽ, എന്റെ വിശ്വാസം കുറയുന്നുവെങ്കിൽ, ഇന്ന് ആരുടെയൊക്കെയോ ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് പറഞ്ഞുറപ്പിക്കുന്നു, ഇല്ല ബ്രദറെ, ഇല്ല സിസ്റ്ററെ, ഇല്ല അഭിഷിക്തനെ, ഹല്ലേലൂയ, സ്തോത്രം, ലജ്ജിച്ചു പോകാൻ ഈ യേശു കർത്താവ് അനുവദിക്കത്തില്ല. അതിനപ്പുറമായി 7-ാം വാക്യം പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ വിശ്വസിച്ച് ഈ യേശു കർത്താവിനെ തന്നെ മുറുകെ പിടിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ഈ വചനത്തിൽ കൂടെ പറയുകയാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു മാന്യത വെളിപ്പെടാനുള്ള സമയമായിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന എത്ര പേരൊന്ന് വിശ്വസിക്കും, എന്റെ കുടുംബത്തിനകത്ത് കർത്താവെ ഒരു മാന്യത വെളിപ്പെടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല വിഷയത്തിലും, പല കാര്യങ്ങളിലും എന്റെ തലമുറയ്ക്കകത്ത് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനകത്ത്, എന്റെ ജോലിക്കകത്ത്, എന്റെ ശുശ്രൂഷക്കകത്ത് ഒരു മാന്യത വെളിപ്പെടുന്നില്ല എങ്കിൽ എന്നോട് ഈ വചനത്തിൽ കൂടി കർത്താവ് ഇങ്ങനെ തന്നെ പറയാൻ പറയുന്നു, ഹല്ലേലൂയ, ഇല്ല സിസ്റ്ററെ, ഇല്ല ബ്രദറെ, ഇല്ല അഭിഷിക്തനെ, ഒരു മാന്യത ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ, ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുക. ഓ ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ജയം. ഒരു മാന്യത എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവവൈതലെ, ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഒരു മാന്യത ദൈവം ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇന്ന് ഈ രാത്രി മുതൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. ശുശ്രൂഷിക്കുന്ന അഭിഷിക്തനെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, താങ്കളുടെ മിനിസ്ട്രിയെ നോക്കി, ശുശ്രൂഷയെ നോക്കി, ഹല്ലേലൂയ, കർത്താവ് ഇന്ന് രാത്രി ഇങ്ങനെ ആഗ്രഹിക്കുക. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടും, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ കർത്താവെ ഞാൻ ഉപവസിച്ചിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പല മീറ്റിങ്ങുകൾ ചെയ്തിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഒരു മിനിസ്ട്രിയിലേക്ക് എനിക്ക് കയറുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്ന ആരുടെയൊക്കെയോ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ഇന്ന് രാത്രി 10:40 മുതൽ അഭിഷിക്തനെ, സ്തോത്രം, സ്തോത്രം, ഒരു മാന്യത വെളിപ്പെടാൻ പോവുക. പഴയത് സ്തോത്രം മാറ്റിയിട്ട്, ഹല്ലേലൂയ, പുതിയത് പരിശുദ്ധാത്മാവ് ഇന്ന് സ്തോത്രം, ഹല്ലേലൂയ, രാത്രിയിൽ ആരുടെയൊക്കെയോ ജീവിതത്തിൽ, ഹല്ലേലൂയ, കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ മിനിസ്ട്രി ആയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്കറിയാം ചില സഹോദരിമാര് അല്ലെങ്കിൽ സഹോദരന്മാര് അവര് സഭാ മിനിസ്ട്രി ആയിട്ട് തന്നെയല്ല, അല്ലാതെ ശുശ്രൂഷ ചെയ്യുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഹല്ലേലൂയ, ഒരു മാന്യതയെ ഈ ദൈവത്തിന് തരുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാനിത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ദൈവമക്കളെ പറയുന്നു. ഹല്ലേലൂയ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോ, ഹല്ലേലൂയ, രാത്രിയിൽ ഞാനൊരു ദർശനം കാണുക. എന്റെ റൈറ്റ് കാലിന്റെ മുട്ടു മുതൽ താഴെ വരെ ഒരു എണ്ണ വന്ന് ഒരു എണ്ണ കൊണ്ടുവന്ന് ആരെയോ എന്റെ കാലിൽ പുരട്ടുക, ഒരു ദർശനം ഞാൻ കാണുക. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ഈ അനുഭവിച്ച യേശുവിനെ എനിക്കറിയാവുന്നതുകൊണ്ട് ധൈര്യത്തോടെ എനിക്ക് പറയാം, അടുത്ത ദിവസം മുതൽ, അടുത്ത ആഴ്ച മുതലാണ് എനിക്ക് പൊതു ശുശ്രൂഷകളിലേക്ക് ദൈവം എന്നെ തിരിച്ചുവിടുന്നത്. ഞാൻ അറിയാത്ത ബന്ധങ്ങൾ, ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന സിസ്റ്റർ തന്നെ, ഈ ബ്രദർ തന്നെ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ തന്നെ എനിക്ക് അറിയത്തില്ല. പക്ഷേ കർത്താവ് ഡയറക്റ്റ് സ്വർഗത്തിൽ നിന്നൊരു അഭിഷേകം ഇട്ട
ഈ അഭിഷേകത്തെ ഇനി ഏത് വമ്പൻ ടീം വന്നാലും അതിനെ ഒതുക്കാൻ കഴിയത്തില്ല. എത്ര പേരുന്ന സ്വത്രം ആഗ്രഹിക്കും? ഞാൻ പകർച്ചയിൽ വിശ്വസിക്കുന്നവനാണ്, ഞാൻ സ്വത്രം കൈവപ്പിൽ കൂടി അഭിഷേകം പകരുന്നത് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ സ്വർഗത്തിൽ നിന്നും ഡയറക്റ്റ് ദൈവം ചില അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. ഈ അഭിഷേകം കിട്ടിയാൽ സ്വത്രം എനിക്കൊരു ചാൻസ് തരുമോ, സ്വത്രം ഞാൻ പ്രസംഗിക്കുന്ന ആളാണെന്നും പറയുന്നത് ചോദിച്ചുകൊണ്ട് നടക്കണ്ട, അത് നമ്മളെ തേടി വരും. ഹല്ലേലൂയ. ഹലോ, എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നു? ചിലരെ തേടി ചിലത് ഇന്ന് രാത്രിയിൽ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതം ഒരുറപ്പ് ഞാൻ പറയാം, ഇതെടുത്തവരെ ആരെയും ഈ വേദപുസ്തകം എടുത്തവരെ ആരെയും ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല. ആരുടെയൊക്കെ കർത്താവ് പറയുന്നു, കർത്താവേ ഞാൻ ഈ ബൈബിളും എടുത്തോണ്ട് സ്വത്രം ഇങ്ങനെ നടന്നു പോകുന്നത് എന്നെ നോക്കി ചിലർ സ്വത്രം ഹല്ലേലൂയ ലജ്ജിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നുണ്ട്. ഇന്ന് ആരെയൊക്കെയോ കർത്താവ് പറഞ്ഞുറപ്പിക്കാൻ എന്നോട് പറയുന്നു, ഇല്ല സഹോദര, ഇല്ല സഹോദരി, ഇതെടുത്തവനെ, യേശുവിനെ അറിഞ്ഞവരെ ആരെയും നമ്മൾ സേവിക്കുന്ന ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല. അതിനൊരൊറ്റ അനുകൂടെ പറഞ്ഞിട്ട് ഞാൻ തന്ന വചനത്തിലേക്ക് വീണ്ടും കടക്കി. ഹല്ലേലൂയ. എനിക്ക് വന്ന സഹോദരൻ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു സഹോദരന്റെ വീട്ടിൽ ഞങ്ങള് സ്വതം പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ കർത്താവ് സഞ്ജയ് എന്ന് പറയുന്ന ഒരു പേര് എന്നോട് കർത്താവ് ഇടപെടുകയും, ഞാൻ ഈ സഹോദരനോട് പറയുമ്പോൾ ഈ സഞ്ജയ് എന്ന് പറയുന്ന ഈ ഒരു സഹോദരനെ, ഈ ബ്രദറിനെ ഈ വ്യക്തിക്കും അറിയത്തില്ല, കുടുംബത്തിലുള്ളവർക്കും ആർക്കും അവരുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു. പക്ഷെ ഞാൻ കർത്താവ് ചുമ്മാതെ ഒരു കാര്യം പറയുന്നു. പക്ഷെ ഈ സഞ്ജയ് എന്ന് പറയുന്ന വ്യക്തി ആരാന്നറിയാമോ? ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തേങ്ങ ഇടാൻ വരുന്ന ബംഗാളിയുടെ പേരാണ് സഞ്ജയ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ബംഗാളിയാണ്, അവരാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു എന്താ പറയുക, ചെറിയ ഒരു അകറ്റി നിർത്തുമ്പോ ദൈവം ബംഗാളിയെന്നോ നേപ്പാളിയെന്നോ മലയാളിയെന്നോ താഴ്ന്നവനോ ചെറിയവനൊന്നോ കാണാതെ ദൈവം അവരെ കാണുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം ഒരു മാന്യത കൊടുത്തു. ഞാൻ ചുരുക്കി പറയാ, സമയം പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഈ വ്യക്തിയെ അന്വേഷിച്ച് സഹോദരനകത്തുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഹല്ലേലൂയ. ഞങ്ങൾ ഈ വ്യക്തിയുടെ അനുസരിച്ച് ഈ വ്യക്തിയുടെ വീട്ടിൽ ചെന്നപ്പോ ഹല്ലേലൂയ, അവിടെ അടുത്തൊരു പേര് കർത്താവ് തരിക, ഗുപ്ത എന്ന് ചോദിച്ചപ്പോൾ ഗുപ്ത എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ കൂടെ ആ ടൈമിൽ ജോലിക്കില്ല. ഹല്ലേലൂയ. പക്ഷെ എനിക്കറിയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനറിയാൻ ആൾ ആരാണ്. ഞാൻ ഈ സഹോദരനോട് വേണ്ടി ചോദിച്ചപ്പോ ഈ സഹോദരൻ പറഞ്ഞു, എന്റെ കൂടെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തൊരു ഗുപ്ത എനിക്കറിയാം. ആ വ്യക്തി ഇപ്പോൾ ഇവിടെ ഇല്ല, ഇപ്പോൾ അവൻ മധ്യപ്രദേശിലാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ ഗുപ്തയെ കുറിച്ച് ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. ഗുപ്തയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? 100 തെങ്ങ കയറിയാലും 50 തെങ്ങ കയറിയാലും വൈകുന്നേരം വരുമ്പോ ഗുപ്തയുടെ പ്രത്യേകത ഇതങ്ങോട്ട് എടുക്കും. ഇതെടുത്തിട്ട് ഗുപ്ത ഇത് തുറന്ന് വായിച്ചിട്ടേ അവൻ അടുത്ത പരിപാടികൾ ചെയ്യത്തു. എത്ര പേർക്ക് മനസ്സിലായി? അല്ലെ? എടാ സ്വത്രം അല്ലെ കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഗുപ്തയെ ഓർക്കാൻ കാര്യം എന്താണെന്നറിയാമോ? അവൻ എന്റെ വചനം വായിക്കുന്നവൻ, അവൻ എന്റെ വചനം ഫോളോ ചെയ്യുന്നവൻ. അതുകൊണ്ട് ഞാൻ ഉറപ്പോടെ പറഞ്ഞ്, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ബ്രദറെ, സിസ്റ്ററെ, ഈ വചനം വായിക്കുന്ന, ഈ വചനം അനുസരിക്കുന്ന, അപ്പോൾ എന്നെയും നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കാതെ വിടുവോ? നിശ്ചയമായിട്ടും. നാളുടെക്കോ കർത്താവ് പറയുന്നു, നിശ്ചയമായിട്ടും നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ചോദിച്ചു, കർത്താവേ, മധ്യപ്രദേശിൽ പോയിട്ടും ഗുപ്ത എന്താ ദൈവം ഓർക്കുന്നു? അവനെ ഓർക്കാൻ ദൈവത്തിന് ഒരു കാരണമുണ്ട്. ഇത് അവൻ ഫോളോ ചെയ്യുന്നു, ഇത് അവൻ അനുസരിക്കുന്നു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഇത് പണ്ടൊക്കെ ഓർത്തഡോക്സിലായിരിക്കുമ്പോ ഞങ്ങൾ തലക്കടയിലൊക്കെ പേടി കിട്ടാതെ വെച്ച് ഉറങ്ങുന്ന സാധനമായിരുന്നു. കർത്താവേ, ഇന്ന് രാത്രി പാമ്പ് സ്വപ്നം കാണല്ലേ, കൊമ്പുമായിട്ട് ആരും വരരുത്. പിന്നെ മനസ്സിലായ ഇത് തലക്കട വെച്ച് ഉറങ്ങാനുള്ള പേടി കിട്ടാനുള്ള സാധനമല്ല, ഇതൊക്കെ വായിക്കാനുള്ള സാധനമാണ്. ഹല്ലേലൂയ, ഹലോ, ഹല്ലേലൂയ. എത്ര പേരിന്ന് പകൽ ഹല്ലേലൂയ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ഈ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെ, ഈ വചനം അനുസരിക്കുന്ന നിങ്ങളെ, ചില വിഷയത്തിനകത്ത് ഇപ്പോൾ ഹല്ലേലൂയ
ആ വിഷയം അല്ലേശ്വത്രം ചലിക്കാതെ കിടക്കുന്നുവെങ്കിലും ഇന്ന് രാത്രി വിശ്വസിക്ക്, ആ വിഷയത്തെ ചലിപ്പിക്കുവാൻ നമ്മുടെ യേശു കർത്താവ് മതിയായവൻ തന്നെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം ജയം ജയം. കർത്താവേ നന്ദി. ഒന്ന് രണ്ട് വേദഭാഗങ്ങളുടെ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു നിർത്തുവാനായിട്ട് ഹല്ലേലൂയ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം ജയം കർത്താവ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9 ഹല്ലേലൂയ 9 വാക്യം. ഹല്ലേലൂയ. ശബ റഗസിയ ഓ റിക്കാബ. ഹല്ലേലൂയ. മത്തായി 9 വാക്യം. ഹല്ലേലൂയ. യേശു അവിടെ നിന്ന് പോകുമ്പോ മത്തായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഇന്നത്തെ കാലത്താണെങ്കിലോ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തന്മാർക്കറിയാം, ഒരു കൂട്ടായ്മയ്ക്ക് വിളിച്ചാൽ എന്തിനാ സിസ്റ്റർക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരാളെ കൊണ്ടുവരാൻ വേണ്ട പാടെന്തുവാ സിസ്റ്റർ അല്ലേ? ശുശ്രൂഷയ്ക്ക് ദേവാസന്മാർക്കറിയാം ചർച്ചിൽ ഒരുത്തനെ വിളിച്ച് കൊണ്ടുവരാൻ പെടുന്ന പാടെന്തു. അപ്പൊ അതുകൊണ്ട് യേശു പറയുക, അത് ആരാന്ന് നോക്കിക്കോണം, ചുങ്കസ്ഥലത്ത് ഇരിക്കുന്ന വ്യക്തിയാണ്. മത്തായി ചായ ദേ ഇങ്ങോട്ട് വാ, എന്നെ അനുഗമിക്കും. പിന്നെ മത്തായി ചായന് ചുങ്കം പിരിവും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം അവിടെ ഇട്ടിട്ട് മത്തായി ചായൻ യേശുവിനെ അനുഗമിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ഞാൻ സമയം പോയതുകൊണ്ട് അവിടെ നിൽക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ മുമ്പോട്ട് പോവാ. സിസ്റ്ററെ എത്ര മണി വരെയാ ടൈം? 10:25 സ്റ്റാർട്ട് ചെയ്തേ. 11 നിർത്തണം. എപ്പോഴാ നിർത്തണ്ടേ? ഷബാറഗസി. സിജി സിസ്റ്റർ കേൾക്കാമോ? 45 മിനിറ്റ് ആണ്. ഇപ്പൊ എപ്പോഴാ തുടങ്ങിയത്? 10:25 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 11 o'clock. ഒരു 10:10 ആകുമ്പോഴത്തേക്ക് നിർത്താം അല്ലേ? 9 ഓക്കെ, ഞാൻ അതിന് മുമ്പ് നിർത്താം. എനിക്ക് തോന്നുന്ന നമ്മുടെ ഇവിടെ നിന്നും സ്വത്രം നാട്ടിൽ നിന്നും കയറിയ ആൾക്കാരുണ്ട്. വിദേശത്ത് നിങ്ങൾ അവിടെ ആയതുകൊണ്ട് നിങ്ങളുടെ ടൈം പുറമോട്ടാണ്, നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. സ്വത്രം ഓക്കെ, സാരമില്ല. അതായത് നമുക്ക് വേഗത്തിൽ തന്നെ നിർത്താനായിട്ട് സ്വത്രം ആഗ്രഹിക്കുക. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയം. മത്തായിയെ വിളിക്കുമ്പോ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അനുഗമിക്കുന്നത് ഒരു മനുഷ്യനെ അല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. സ്വതന്ത്രം. നമ്മൾ അനുഗമിക്കുന്നത് സകല മേഖലകളിലും ജയിച്ചവനെ. എത്ര പേര് ഇന്ന് പകൽ സ്വതന്ത്രം ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഹല്ലേലൂയ സ്വതന്ത്രം സ്വതന്ത്രം. ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ ഈ ജയിച്ച യേശുവിനെ അനുഗമിക്കുമ്പോ അതിനകത്ത് പരാജയം ഉണ്ടാകത്തില്ല. നിശ്ചയമായിട്ടും അതിനകത്ത് ഒരു വിജയം യേശു കർത്താവ് ഈ ദിവസങ്ങളിൽ സ്വത്രം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഞാൻ സ്വത്രം യോഹന്നാൻ എടുക്കാൻ സമയമില്ല, ഞാൻ ആ വാക്യം പറഞ്ഞങ്ങ് പോയി. യോഹന്നാൻ സുവിശേഷം 8:12 വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഇരുട്ടിന്റെ അനുഭവം കിടക്കുന്നുണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ഒരുപക്ഷെ ചില വിഷയങ്ങളായിരിക്കാം, കുടുംബപരമായി കിടക്കുന്ന ചില വിഷയങ്ങളായിരിക്കാം. ഇന്ന് ഈ വചനം ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലെ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. എത്ര വലിയ ഇരുട്ടാണേലും ദൈവമക്കളെ, അവിടേക്കൊരു ചെറിയ മെഴുകുതിരി ഒന്ന് കൊണ്ടുവന്നേ, ചെറിയൊരു പ്രകാശം ഒന്ന് വന്നേ, പിന്നെ ആ ഇരുട്ടിന് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. എത്ര പേരിന്ന് പകൽ വിശ്വസിക്കുന്നു? എന്റെ ജീവിതത്തിൽ കർത്താവേ, യേശുവാകുന്ന വെളിച്ചം ഇന്നൊന്ന് വെളിപ്പെടാം. ശബാറഗസിയ ജിക്കാബാറഗസിയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം ജയം ജയം. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഈ രാത്രിയിൽ വിശ്വസിക്കുന്നു, ഏതൊക്കെയോ മേഖലകൾ, അത് സൈലന്റ് ആയി കിടക്കുന്ന ചില മേഖലകൾ, എവിടെയെങ്കിലും ചില ഇരുട്ടിന്റെ സ്വാധീനങ്ങളുള്ള മേഖലകൾ, ഞങ്ങൾ ഇന്ന് ഈ രാത്രി കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. അതിനകത്ത് യേശു ആകുന്ന വെളിച്ചം ഇന്ന് ഈ രാത്രിയിൽ ഇറങ്ങണം. നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ
നിങ്ങളുടെ വിഷയം എനിക്കറിയത്തില്ല പൂർണ്ണമായിട്ടും, പക്ഷെ നമ്മുടെ യേശുവിന് വളരെ വ്യക്തമായി അറിയാം. നിങ്ങളുടെ പേരും നിങ്ങളുടെ വയസ്സും അല്ലെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന യേശു അല്ലെ ഇന്ന് സ്വതന്ത്രം ഒരു വെളിച്ചമായി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വേദഭാഗം വായിച്ചിട്ട് ഹല്ലേലൂയ സ്വതന്ത്രം പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12 ഹല്ലേലൂയ 26 വാക്യം. ഹല്ലേലൂയ യേശുവിന്റെ നാമം. ഓ ശറാബാരഗസിയ പിക്കാബാര. യോഹന്നാന്റെ സുവിശേഷം 12 26 വേദഭാഗം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എത്ര പേര് ഈ വചനത്തെ ഒന്ന് സ്വീകരിക്കും? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയം 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 ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് സ്വതന്ത്രം ശുശ്രൂഷ ചെയ്യുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുറപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷയെ മാനിക്കുന്ന സ്വത്രം ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ഉറപ്പിക്കാൻ പോവുക, ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ഇരുത്താൻ പോവുക. ഹല്ലേലൂയ. അങ്ങനെ സ്വത്രം അല്ലെ ഒരു ദൈവ പ്രവൃത്തി അല്ലെ ഇന്ന് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ കർത്താവ് ഇന്ന് ഈ പകൽ ഉറപ്പിക്കുക. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം ദൈവമക്കളെ ക്രിസ്തുവിൽ നിന്ന് ഒരു ശകലം പോലും മാറരുത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്നവനെ, ശുശ്രൂഷ ചെയ്യുന്ന സഹോദര സഹോദരി, സ്വത്രം നേരത്തെ പറഞ്ഞ വചനോടെ ഞാൻ കോട്ട് പറയുക, ഒരു മാന്യത വെളിപ്പെടാൻ സമയമായിരിക്കുക. ഒരു മാന്യത ഇന്ന് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വത്രം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഭാ ശുശ്രൂഷ മാത്രമെന്ന് കരുതരുത്. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ മനുഷ്യരുടെ മുമ്പിൽ ചെറുതായിട്ട് തോന്നും, പക്ഷെ ക്രിസ്തുവിന്റെ മുമ്പിൽ അത് വലുത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചില മനുഷ്യരെ മാറ്റി നിർത്തുമ്പോൾ, നമ്മൾ ചില വ്യക്തികൾക്ക് ചില വിലകൾ ഇടുമ്പോൾ, ദൈവം ഇടുന്ന വില നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടുക പോലും ചെയ്യാത്തതാണ്. എത്ര പേരെന്ന് പകൽ വിശ്വസിക്കുന്നു? ചിലരുടെ ശുശ്രൂഷകളെ ദൈവം ഇനിയും തിരിക്കാൻ പോകും. വിശ്വസിച്ചാൽ കർത്താവേ, ഞാൻ ഇങ്ങനെ ഒതുങ്ങി എത്ര നാൾ ഇങ്ങനെ മുമ്പോട്ട് പോകും? ഞാൻ ഇങ്ങനെ ഒതുങ്ങി എത്ര നാൾ ഇനിയും ഇങ്ങനെ പോകും? വിശ്വസിക്കച്ചായ, വിശ്വസിക്കമ്മാമേ, വിശ്വസിക്കാൻഡി അല്ലെ, വിശ്വസിക്ക ബ്രദറെ, വിശ്വസിക്ക അഭിഷക്തനെ. ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ സ്വത്രം. ശുശ്രൂഷയിൽ ഈ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ സ്വത്രം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. നമ്മുടെ യേശു ക്രിസ്തു ഹല്ലേലൂയ നിങ്ങളുടെ ശുശ്രൂഷകളെ, നിങ്ങൾ ചെയ്തിരിക്കുന്ന ചില ദൈവിക പ്രവൃത്തികൾ, എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞു. നിങ്ങൾ രഹസ്യമായി ചെയ്തത് മനുഷ്യൻ കണ്ടില്ല, പക്ഷെ യേശു കണ്ടിട്ടുണ്ട്. യേശു അറിഞ്ഞിട്ടുണ്ട്. യേശു അത് കുറിച്ചിട്ടിട്ടുണ്ട്. യേശുവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക അഭിഷിക്തനെ. ഹല്ലേലൂയ. അതിനകത്ത് ദൈവം വലിയ ചില പദ്ധതികൾ ഹല്ലേലൂയ ചെയ്യാനായിട്ട് പോയി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ഈ കാറോ വീടോ അല്ലെങ്കിൽ നമുക്കൊരു സ്വത്തോ മറ്റു ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഇതൊക്കെ പ്രാർത്ഥിച്ച് നേടണമെങ്കിൽ വലിയ വലിയ പ്രയാസമൊന്നും ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ശുശ്രൂഷയിൽ ആത്മീയ ജീവിതം നയിക്കാനാണ് ശകലം കുറച്ച് പ്രയാസം. എന്നെ കേൾക്കുന്നവർ ഇതിനകത്തുണ്ട്, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എല്ലാവർക്കും ഇത് മനസ്സിലാകത്തില്ല. വീണ്ടും പറയുന്നു, കാറോ വീടോ സ്വത്തോ മക്കളുടെ കല്യാണമോ
ഇതൊക്കെ നടക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊക്കെ നടക്കും. പക്ഷെ ഒരു ആത്മീയ ജീവിതം നയിക്കാനാണ് കേൾക്കുന്ന അഭിഷിക്തന്മാർ ഇതിനകത്തുണ്ട്. ഞാനും ഈ ഈ ഈ ഈ മേഖലകളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കാനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്, നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടുന്നത്, സഹിക്കുന്നത്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നാരൊക്കെയോ നോക്കി കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, അങ്ങനെ സഹിച്ച് ചില കഷ്ടതകൾ, ചില ബുദ്ധിമുട്ടുകൾ ക്രിസ്തു നിമിത്തം പൗലോസ് പറയുന്നത് പോലെ, അഭിഷിക്തനെ, ദൈവവൈതലെ, സഹിച്ച് മുമ്പോട്ട് പോകുന്ന നിങ്ങളെ നമ്മുടെ യേശു കണ്ടിട്ടുണ്ട്. അവരോട് ഞാൻ വീണ്ടും കർത്താവ് പറയുന്നു, അങ്ങനെ സഹിച്ച് പിടിച്ച് ഈ സമയം വരെ നിന്ന ബ്രദറെ, സിസ്റ്ററെ, അഭിഷിക്തനെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ വചനത്തിൽ കൂടി പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇരിക്കേണ്ടടത്ത്, നിർത്തേണ്ടടത്ത് ദൈവം ഇരുത്താൻ പോകും. ദൈവം നിർത്താൻ പോവുക. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ രാത്രികാലം വിശ്വസിക്കുന്നു. വീണ്ടും എന്നോട് കർത്താവ് പറയുന്നു, ചുമ്മാതെന്തെങ്കിലും കർത്താവെ ഞാൻ അങ്ങനാണ് ചെയ്തു ഇങ്ങനെ ചെയ്തു പറയുന്നവരോടല്ല, ക്രിസ്തു നിമിത്തം. എനിക്കറിയാം ഇതിങ്ങനെ പറയിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടും കഷ്ടവും സഹിച്ച ചിലർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് കർത്താവ് ഇന്ന് വചനത്തിൽ കൂടി പറഞ്ഞുറപ്പിക്കുന്നു, ദൈവവൈതലെ, ഹല്ലേലൂയ, ബ്രദറെ, സിസ്റ്റർ, നിങ്ങളുടെ സമയം ദാ വന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവം ശബാറഗസി മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചിലരെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കാൻ പോകും. ഹല്ലേലൂയ. ചില സ്ഥലങ്ങളിൽ യേശു കർത്താവ് ചിലരെ നിർത്താൻ പോകും. കർത്താവ് എന്നോട് അങ്ങനെ പറയുന്നു. പ്രായം നമുക്ക് പ്രശ്നമാ, പക്ഷെ യേശുവിന് പ്രശ്നമല്ല. ചിലരോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞ് ഉറപ്പിക്കുന്നു, കർത്താവെ, എന്റെ പ്രായം, എന്റെ ക്ഷീണം, എന്റെ കാല്, എന്റെ കൈ, ഇതൊന്നും എനിക്ക് വയ്യാലോ. ഇല്ല, അത് വിട്ടിട്ട് ഇന്ന് യേശുവിലേക്ക് ഒന്ന് സമർപ്പിക്കാമോ? യെസ്, ശബാ റഗസി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ, കുടുംബത്തിനകത്ത് എവിടൊക്കെയോ ഉറപ്പിക്കത്തില്ലെന്ന്, ഉറയ്ക്കാതെ കിടക്കും എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. അതിനെ ഈ ദൈവം ഇന്ന് രാത്രിയിൽ ഉറപ്പിക്കുന്ന നാളുകൾ അടുത്തു വന്നിരിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ബ്രദർ, സിസ്റ്റർ. ശ്രോത്രം, നിങ്ങളുടെ കൂട്ടായ്മയോടുള്ള നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി ഇത്രയും രാത്രി, ഇത്രയും സമയമായിട്ടും ഇന്ത്യയിൽ നിന്ന് കയറിയ വ്യക്തികളുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് കയറിയ വ്യക്തികളുണ്ട്. ഇത്രയും ക്ഷമയോടെ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ചിട്ട് എന്നെ കേട്ട് ഈ വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് സ്വതം നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നിങ്ങൾ എന്നെയും ഓർത്ത് സ്വതം പ്രാർത്ഥനയിൽ ഓർക്കുമ്പോഴൊക്കെ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കാനിടയാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.